ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 5. CPIM പ്രകടന പത്രിക നൽകുന്ന സന്ദേശം. 10 വർഷത്തെ BJP ഭരണം ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിധി നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ CPIM സമഗ്രമായ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നു. സമ്മതിദാനാവകാശം നിർവഹിക്കുന്നത് വഴി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന റിപ്പബ്ലിക്കിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് തീരുമാനിക്കുന്നതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അങ്ങേയറ്റം പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രകടന പത്രികയുടെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. BJPയെയും സഖ്യകക്ഷികളെയും പരാജയപ്പെടുത്താനായി നിലകൊള്ളുക എന്നതാണ് ഓരോ ദേശാഭിമാനിയുടെയും പരമപ്രധാനമായ കടമയെന്ന് പ്രകടന പത്രിക ആഹ്വാനം ചെയ്യുന്നു. കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാരിനെ കൊണ്ടുവരാനുള്ള കൂട്ടായ ശ്രമത്തിൽ CPIM അതിൻ്റേതായ കഴിവ് ഉപയോഗിച്ച് സാധ്യമായ എല്ലാ ശ്രമവും നടത്തുമെന്ന് ഉറപ്പു നൽകുകയാണ് പത്രികയിൽ. BJPയെ പരാജയപ്പെടുത്തുന്നതിനൊപ്പം ലോക്സഭയിൽ CPIMൻ്റെയും ഇതര ഇടതുപക്ഷ പാർട്ടികളുടെയും കരുത്ത് വർദ്ധിപ്പിക്കുക, മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാക്കുക എന്നീ അഭ്യർത്ഥനകളാണ് CPIM വോട്ടർമാർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കാനായും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള മതപരിവർത്തന നിയമങ്ങൾ അവസാനിപ്പിക്കാനായും CPIM പ്രവർത്തിക്കുമെന്ന് പത്രികയിൽ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നു. BJP സർക്കാർ പ്രധാന ചുമതലകളിൽ നിയമിച്ച RSSകാരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കണം. ന്യൂനപക്ഷങ്ങൾക്ക് തുല്യതയോടെയും അന്തസ്സോടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ഒരുക്കും. വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന് പകരം അനുയോജ്യമായ നിയമം കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കും. EDയുടെ അമിത അധികാരം ഇല്ലാതാക്കും. UAPA, ദേശസുരക്ഷാ നിയമം, സൈന്യത്തിൻ്റെ പ്രത്യേക അധികാര നിയമം എന്നിവ പിൻവലിക്കും. വനിതാ സംവരണ ബിൽ ഉടൻ നടപ്പാക്കുമെന്നും കേന്ദ്രത്തിൻ്റെ മൊത്തം നികുതി വരുമാനത്തിൻ്റെ 50% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകാനായി നിലകൊള്ളുമെന്നും പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്നു. മോദി ഭരണം വരുത്തിവെച്ച രൂക്ഷമായ കാർഷിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി, അസമത്വം എന്നിവ പരിഹരിക്കാൻ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിർദ്ദേശങ്ങൾ CPIM മുന്നോട്ട് വയ്ക്കുകയാണ്. കാർഷിക വിളകൾക്ക് മൊത്തം ഉൽപ്പാദന ചെലവും അതിൻ്റെ 50% തുകയും ചേർത്ത തുക മിനിമം താങ്ങുവില ഉറപ്പാക്കുന്ന സംവിധാനം നിയമപരമായി നടപ്പാക്കണം. ജലസേചനത്തിന് പ്രത്യേക പരിഗണനയോടെ 3 വർഷത്തിനകം കാർഷിക മേഖലയിൽ പൊതുനിക്ഷേപം ഇരട്ടിയാക്കണം. വിത്ത്, വളം, കീടനാശിനി, വെള്ളം, ഡീസൽ, വൈദ്യുതി എന്നിവ കുറഞ്ഞ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കണമെന്ന് പത്രിക നിർദ്ദേശിക്കുന്നു. വില നിയന്ത്രണ സംവിധാനം എടുത്തുകളഞ്ഞ നടപടി പുനഃപരിശോധിക്കണമെന്നും എക്സൈസ്, കസ്റ്റംസ് തീരുവകൾ കുറയ്ക്കണമെന്നും നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തീരുവകൾ വർദ്ധിപ്പിച്ച് 2014-2015 മുതൽ 2023-2024 ആദ്യ പകുതി വരെ BJP സർക്കാർ ജനങ്ങളെ പിഴിഞ്ഞെടുത്തത് 28.33 ലക്ഷം കോടി രൂപയാണ്. ഇന്ധനങ്ങളുടെ വർദ്ധിച്ച വില സമസ്ത മേഖലയിലും വിലക്കയറ്റം ദുസ്സഹമാക്കിയിട്ടുണ്ട്. തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമായ അവകാശമായി ഉൾപ്പെടുത്താൻ നിലകൊള്ളുമെന്ന് പത്രികയിൽ CPIM ഉറപ്പു നൽകുന്നു. വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായി ഒഴിഞ്ഞുകിടക്കുന്ന 25 ലക്ഷത്തോളം തസ്തികകൾ ഉടൻ നികത്തപ്പെടണം. കരാർവൽക്കരണവും താൽക്കാലിക ജീവനക്കാരെ നിയമിക്കലും തൊഴിൽ മേഖലയുടെ നിലവാരം മോശമാക്കിയിട്ടുണ്ട്. ക്രൂരമായ അഗ്നിവീർ പദ്ധതി വഴി രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനവും കരാർവൽക്കരിച്ചുവെന്ന് പത്രികയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യം നേരിടുന്ന ഭീകര സാമ്പത്തിക അസമത്വം ലഘൂകരിക്കാൻ അതിസമ്പന്നർക്ക് പൊതുസ്വത്ത് നികുതിയും പാരമ്പര്യ സ്വത്ത് നികുതിയും ചുമത്തണം. തൊഴിൽ കോഡുകൾക്ക് പകരം തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരണം. 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് പുരോഗമനപരവും ജനക്ഷേമപരവുമായ നിയമനിർമ്മാണങ്ങൾ സാധ്യമാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയും ഇടപെടലുമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളുന്ന ലോക്സഭയിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതുമാണ് CPIM പ്രകടന പത്രിക.